രാമൻകുട്ടി, വെൽക്കം ടു ദ സ്റ്റേജ്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ചെന്നിരിക്കുകയാണ് പുതിയൊരു പ്രോഡക്റ്റുമായിട്ട്, പുതിയൊരു അൺബോക്സിങ്ങുമായിട്ട്. നമ്മുടെ ചാനൽ ഇപ്പോൾ അൺബോക്സിങ്ങിലായിട്ട് ആയി പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. റിയാക്ഷന് വേണ്ടി തുടങ്ങിയതാണ്, പക്ഷേ ഇപ്പോൾ ചാനൽ അൺബോക്സ് ചെയ്ത് ഞാൻ റിവ്യൂ ചെയ്തുകൊണ്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലേക്ക് വന്നിരിക്കുന്ന പ്രോഡക്റ്റ് ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിക്കുകയാണ്, അല്ലാതെ ആരും ഓസിനൊന്നും തന്നേന്നുമല്ല. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പുതിയൊരു വെബ് ക്യാം. അതെ, നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് പുതിയൊരു വെബ് ക്യാം ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ക്യാമറ ലാഗാകുന്നു മൈക്ക് ഇനി മാറ്റേണ്ടി വരും. ക്യാമറ ലാഗാകുന്നു പറഞ്ഞ മനുഷ്യർക്ക് വേണ്ടി ഞാൻ പുതിയൊരു ക്യാമറ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ എനിക്ക് പറഞ്ഞു തന്നത് മിസ്റ്റർ കന്നാപ്പിയാണ്. അതെ, മലയാളം ടെക്കീസിൻ്റെ ആ ഒരു ശിക്ഷണത്തിൽ നിന്നാണ് ഞാൻ ഈ ക്യാമറ മേടിക്കാനുള്ള ഉൽപ്പാദന ശേഷി എനിക്കുണ്ടായത്. ഉത്തേജകം എനിക്കുണ്ടായത്. എന്തോ ഒരു സാധനം പറയുമല്ലോ, ആ സാധനം എനിക്കുണ്ടായത്. അപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് എവർമീഡിയയുടെ PW313 എന്ന് പറയുന്ന ഒരു മോഡൽ വെബ് ക്യാമറയാണ്. നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് പുതിയൊരു ചുണക്കുട്ടി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി എൻ്റെ ഫോണല്ല, ഇനി ഇവനാണ് എന്നെ നിയമിക്കാൻ പോകുന്നത്. നമ്മൾ കാണാൻ പോകുന്ന കളികൾ ഇന്ന്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ അൺബോക്സിംഗ് ആണ് നമ്മളുടെ ചാനലിൽ ഇപ്പോൾ വരാൻ പോകുന്ന വീഡിയോ. എല്ലാവരും ലൈക്ക് അടിച്ചോ, ദാ പോകുന്നു. ഓക്കെ, അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് അൺബോക്സ് ചെയ്യാമല്ലേ. അപ്പോൾ ആമസോണിൽ നിന്ന് വൈകുന്നേരം, അതായത് ഞാൻ ഈ ഒരു ക്യാമറ ഓർഡർ ചെയ്യുന്നത് 2020 ഡിസംബർ 24-നാണ്. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയത് ജനുവരി 17-ന്. പുതിയ വർഷം പുതിയ ക്യാമറയും വെച്ച് തുടങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ കണക്കൂട്ടലെല്ലാം തന്നെ ഷിപ്പിംഗ്, അതായത് കൊറിയർ സർവീസുകാരന്മാർ മൊത്തം തെറ്റിച്ചു. അപ്പോൾ ക്യാമറ കിട്ടിയത് ഇന്നാണ്. ഇത് കിട്ടൂലെന്ന് ഞാൻ പറഞ്ഞിരിക്കും, എൻ്റെ കാശ് വെള്ളത്തിലായെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അവന്മാർ കൊണ്ട് തന്നു. എനിവേ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒരു പ്രാവശ്യം അൺബോക്സ് ചെയ്യിച്ചു ഞാൻ. ഇതിനകത്ത് ചൂടുകട്ടയാണ് കയറ്റി വന്നതിന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാര്യം ഇത്രയും ദിവസമായപ്പോൾ എനിക്ക് എൻ്റെ നെഞ്ച് കിടന്ന് പടപട ഇടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ കൊറിയർ സർവീസിൻ്റെ അവിടെ ഓഫീസിൽ വെച്ച് തന്നെ ഞാൻ പൊട്ടിച്ചായിരുന്നു. അപ്പോൾ അതാ നമ്മൾ ഒന്നും കൂടെ നിങ്ങളുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കാൻ പോകും. നമ്മുടെ ക്യാമറ ഇതാണ് ഗൈസ്. എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ എന്തെൻ്റെ കയ്യിൽ കിട്ടിയാലും ഞാൻ അൺബോക്സ് ചെയ്യും. അതാണ് ഞാൻ. അത് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് എനിക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. എല്ലാ സാധനത്തിൻ്റെയും കൂടെ ആവശ്യമില്ലാത്ത, മനുഷ്യൻ വായിക്കാത്ത ഒരു സാധനം എനിക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത്. ദൈവമേ, എൻ്റെ അമ്മ, ഇത് എന്തൊരു പെട്ടിയടേ ഇത്. ഓക്കെ, അവിടെ കിടക്കും. എന്നാ കനമെന്നറിയുമോ ഈ സാധനത്തിന്? ക്യാമറയെ കാട്ടി വെയിറ്റ് ഉണ്ടോ ഇതിന്? ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വെബ് ക്യാം എന്ന് പറയുന്നത്. എവർമീഡിയയുടെ കിടിലം പ്രോഡക്റ്റ്. കണ്ണാപ്പി കഴിയുമ്പോൾ ഞാനാണ് ഈ ക്യാമറ മലയാളത്തിൽ അൺബോക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാമറ. അടയ്ക്കാനും പ്രൈവസി കീപ്പ് ചെയ്യുന്നവർക്ക് കൂടെ അടച്ചു വയ്ക്കാനുള്ള ഒരു ഡോറൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കും പ്രൈവസി വേണം ചില സമയങ്ങളിൽ. അപ്പോൾ ഇതാണ് ക്യാമറ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ. ഇത് ഫുൾ HD ആണ്. ഫുൾ HD ക്യാമറയാണ്. ഞാൻ പെട്ടി നോക്കിയിട്ട് വായിച്ചു തരാമേ. സ്റ്റിക്കർ ഉണ്ട്, അത് ഇളക്കി. നമുക്ക് എന്തായാലും ക്യാമറയുടെ ഈ ക്വാളിറ്റിയും കൂടെ നോക്കണം. ഇതിപ്പോൾ എൻ്റെ ഫോണാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള ക്യാമറ വിഷ്വലും കൂടെ ഞാൻ കാണിച്ചു തരാം അവസാനം. എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്യണം. അപ്പോൾ ഇത് 360 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ 360 ആണ് ഗൈസ്. ഇതാണ്ട് വളച്ചൊക്കെ ഒടിച്ചൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ. ദൈവമേ, ഞാനിപ്പോൾ തന്നെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാണ് എനിക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോണിറ്ററിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഷട്ടർ ആൻഡ് ഇത് നമുക്ക് ട്രൈപോഡിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോറും കൂടെ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സാധനമാണ്. വയറിന് ഏകദേശം നല്ല നീളവും കാര്യങ്ങളും ഉണ്ട്. USB ആണ് വയറെന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്തും ഉണ്ട്. പിന്നെ ബാക്കി ക്യാമറയുടെ ഫീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടി നോക്കി വായിക്കാം. പെട്ടി നോക്കി വായിൽപ്പനെ നടക്കുള്ളൂ. അല്ലാതെ ഈ കിട്ടിക്കഴിഞ്ഞാൽ അൺബോക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. എൻ്റെ പൊന്നളിയാ, എനിക്കറിയത്തില്ല. ഓക്കെ, ഫുൾ HD ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഫുൾ HD ക്യാമറയാണ്. Windows 7 തൊട്ട് Windows 10 വരെ സപ്പോർട്ട് ആവുമെന്നാണ് അവർ പറയുന്നത്. Windows 11 ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതെല്ലാത്തിലും നടക്കും. പിന്നെ മാക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാമറയുടെ കേബിൾ എന്ന് പറയുന്നത് USB 2.0 ആണ്, അതായത് 2.0 ആണ് USB വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു ഫുൾ HD വെബ് ക്യാമും കൂടെയാണ്. പിന്നീട് ഞാൻ ഈ പെട്ടി നോക്കി വായിച്ചു കഴിഞ്ഞാൽ പെട്ടിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് 30 FPS ആണ്. അതായത് 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഈ ക്യാമറയിൽ റെക്കോർഡാകുന്ന വീഡിയോസ് എന്ന് പറയുന്നത്. അതായത് ഒരു സിനിമ എന്ന് പറയുന്നത് 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇത് 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഒരു വീഡിയോ പോകുന്നത്. ഇപ്പോഴുള്ള സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സിനിമയുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അതായത് റീല് 24 റീൽ പെർ സെക്കൻഡ് ഫിലിം പെർ സെക്കൻഡ് ആയിരുന്നു. 24 ഫിലിം ചേരുമ്പോഴാണ് പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ പഴയ നീളത്തിലുള്ള സാധനം ഇല്ലേ, അതിനെന്താ പറയുന്നേ, എടാ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ ഓട്ടിച്ച് ആ സമയത്തുള്ള ആ സാധനം ഇല്ലേ, ആ സാധനം കാസറ്റ് അല്ലേ, കാസറ്റ് മുന്നേ ഉള്ള സാധനം, തിയേറ്ററിലൊക്കെ ഉള്ള വലിയ പെട്ടി, ആ സാധനം അത് 24 ഫ്രെയിമാണ്. അപ്പോൾ ഇപ്പോഴുള്ള സിനിമ എന്ന് പറയുന്നത് 120, 150, 600 അങ്ങനെ പോവും. അപ്പോൾ ഇതെന്ന് പറയാൻ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഇതിലെ ഒരു വീഡിയോ ക്യാപ്ചറിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മണ്ടത്തിലാണെങ്കിൽ ക്ഷമിക്കണം വിവരമുള്ളവർ. പിന്നെ ഇതിൽ അഡ്ജസ്റ്റ് ഫോക്കസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫിക്സ്ഡ് ഫോക്കസ് ആയിട്ടുള്ള ഒരു വെബ് ക്യാമാണ്. അതായത് ഫോക്കസ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. ഇന്ന സാധനം വയ്ക്കുമ്പോൾ ഫോക്കസ് ചെയ്യാം, അതിൽ നമ്മുടെ ക്യാമറയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യില്ല, കുത്തി ആ പരിപാടി നടക്കില്ല. ഇതിനകത്തൊരു ഫോക്കസ് ഉണ്ട്, അത് വെച്ചിട്ട് ഇനി വേണം ഇങ്ങനെ ചെയ്താൽ മതി എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, പിന്നീടെന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ഡ്യുവൽ മൈക്രോഫോൺ അലൗഡ് ഉണ്ട്. അതായത് നിങ്ങൾ ഈ ക്യാമറയുടെ 2 സൈഡിലായിട്ട് കാണുന്നില്ലേ, ഞാൻ വിചാരിച്ച് ഇത് ചൂടാകുമ്പോൾ വെളിയിലോട്ട് കാറ്റുവാനുള്ള എയർ ഹോളാണെന്ന്, പക്ഷേ ഇത് സ്പീക്കറാണ് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ വോയിസും പിടിച്ചെടുക്കാനുള്ള സാധനമുണ്ട്. ഓക്കെ, ബാക്കിയുള്ള കേബിൾ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ 2.0 ലെങ്ത് ആണ് ഇതിൻ്റെ കേബിൾ എന്ന് പറയുന്നത്. അതായത് 2.0 മീറ്റർ നീളമുള്ള കേബിൾ. പിന്നെ ഇതൊക്കെയാണ് ഈ ഒരു വെബ് ക്യാമിൻ്റെ സവിശേഷതമായിട്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നത്. പിന്നെ പെട്ടി നോക്കി വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1 ഏക്കർ അവർ എഴുതിയിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ തന്നെ വായിച്ചു. അപ്പോൾ ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഞാൻ ആമസോണിൻ്റെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പർച്ചേസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പർച്ചേസ് ചെയ്തിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് ഈ സാധനം വാങ്ങാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ വെബ് ക്യാം ക്വാളിറ്റിയും കൂടെ നോക്കണ്ടേ? യെസ്, വെബ് ക്യാം ക്വാളിറ്റി നോക്കണം. അപ്പം നമുക്ക് അതും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെബ് ക്യാമിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. വലിയ ഡിഫറൻറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ വേണം അത് പറയാനായിട്ട്. കമൻറ്റിൽ പറയുക എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോയെന്ന്. എനിക്കത് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫോണിൻ്റെ ക്വാളിറ്റി ഒരിക്കലും തന്നെ വെബ് ക്യാമിന് കിട്ടില്ല, അത് ഞാൻ ഓൾറെഡി പറഞ്ഞേക്കാം. ഈ ക്യാമറയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ക്വാളിറ്റി അതിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാണുമെന്ന് എനിക്കും അറിയത്തില്ല, എന്തൊക്കെയാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിവേ അപ്പോൾ ഇതാണ് നമ്മുടെ വെബ് ക്യാമിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ ക്യാമറ, അതായത് ലൈവ് സ്ട്രീം, എൻ്റെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലെല്ലാം തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഈ ഫോണിൻ്റെ ക്യാമറയാണ്. ഐ മീൻ എൻ്റെ ഫോൺ ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഫോണിൻ്റെ ക്യാമറയാണ് ഞാൻ വെച്ചുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ ക്യാമറയും, വീഡിയോസിലുണ്ടായിരുന്ന ക്യാമറ. അപ്പോൾ ഇതിൽ ഞാൻ സോഫ്റ്റ്വെയർ ഉണ്ട്, എറിയം, ഡ്രോയിഡ്, IV ക്യാം, അങ്ങനെ കുറേ സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് ഫോണ് വെബിൽ നമ്മുടെ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. അപ്പോൾ ആ ഒരു എന്താ പറയുക, സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ഇതിനു മുന്നേ എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങൾ ചില സമയത്തൊക്കെ ലാഗും കാര്യങ്ങളൊക്കെ അടിക്കുന്നതെന്ന് പറയാം, അത് ഈ ഡ്രോയിഡും അങ്ങനെയുള്ള ക്യാമിൻ്റെ എന്താ പറയുക വൈഫൈ കണക്ട് ചെയ്ത് പിടിക്കുമ്പോഴായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം വന്നത്. ഇനി തൊട്ട് നമുക്ക് ഇല്ല ഗൈസ്, ഫുള്ള് പവറാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ക്യാമറ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല ഓഫറൊക്കെ വരുന്ന ടൈമുകളിൽ മേടിക്കാൻ നോക്കുക കേട്ടോ. ഇതിന് ഇപ്പം വില 10K കണ്ടാണ്, 10,000 കണ്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഞാൻ 6,000 രൂപയ്ക്കാണ് വാങ്ങിയത്, 6,743 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ അങ്ങനെ ഓഫർ കുറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ എപ്പോഴും പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. കൂടിക്കിടക്കുന്ന ടൈമിൽ ഒരിക്കലും ചെന്ന് വാങ്ങരുത്, അങ്ങനെയുള്ള സമയങ്ങൾ മാത്രം വാങ്ങുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളും നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇനിയെല്ലാം വേറെ ലെവൽ കളികളാണ് മോനെ, നമ്മുടെ സ്ക്രീനിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് DSLR-ലോട്ടുള്ള കൺവെർട്ടിംഗ് വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിക്കുക. സ്റ്റേ ട്യൂൺ ഗൈസ്, ഇതിലും കിടിലമായിട്ടുള്ള മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഈസ് മീ ഗെയിമർ ബോയ്, അല്ല നോട്ട് റിയൽ GP signing out. Ta-da. Bye bye. See you guys next episode. Love you all. Take care.